എല്ലാവർക്കും നമസ്കാരം. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വടക്കാഞ്ചേരി ഏരിയയുടെ ആഭിമുഖ്യത്തിൽ അടുക്കളയിലെ ഔഷധങ്ങളെ പരിചയപ്പെടുത്തുന്ന രുചിയും ആരോഗ്യവും എന്ന പരമ്പരയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മുട്ടയെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ റോഷ്നി ചിറേജി, തൃശ്ശൂരിലെ കേച്ചേരിയിലും കുന്നംകുളത്തും ഉള്ള ക്രിസ്റ്റി ആയുർവേദ ആൻഡ് വെൽനസ് ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്നും ഉൾപ്പെടുത്തുന്ന ഒന്നാണ് മുട്ട. എന്തുകൊണ്ടാണ് മുട്ടയ്ക്ക് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, മുട്ട എന്ന് പറയുന്നത് ഒരു നട്ട് ഷെല്ലിൻ്റെ അകത്തെ ജീവനാണ്. അതായത് ഒരു ഭ്രൂണത്തിന് ഒരു മുഴുവൻ രൂപം നൽകി അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു മുട്ടയ്ക്കകത്തുണ്ട്. ആയുർവേദം എന്താണ് മുട്ടയെപ്പറ്റി പറയുന്നത് എന്ന് നോക്കാം. നമുക്ക് ആയുർവേദം മുട്ടയെപ്പറ്റി ധാരാളമായി പ്രതിപാദിക്കുന്നില്ല. മുട്ടയെ ഒരു ആഹാരം എന്നതിനേക്കാൾ ഉപരി ഒരു ഔഷധം എന്ന രീതിയിലാണ് പറയുന്നത്. മുട്ടയ്ക്ക് പൊതുവായി മധുരരസമാണ്, ഗുരുഗുണമാണ്, സ്നിഗ്ധമാണ്, ഉഷ്ണവീര്യമാണ്, ചൂട് കൂട്ടുന്നതാണ്. അതിനാൽ തന്നെ അത് വാതത്തെ കുറയ്ക്കുകയും പിത്തത്തെയും കഫത്തെയും, നമ്മുടെ ശരീരത്തിലെ പിത്തത്തെയും കഫത്തെയും കൂട്ടുകയും ചെയ്യുന്നു. മുട്ട എന്ന് പറയുമ്പോൾ സദ്യോബലകരം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതായത് പെട്ടെന്ന് തന്നെ ബലത്തെ നൽകുന്ന ഒന്നാണ് മുട്ട. അത് ധാതുപോഷണം ഉണ്ടാക്കുന്ന വൃശ്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പുഷ്ടിക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് മുട്ട. അതുപോലെ തന്നെ ഈ സദ്യോബലകരം പെട്ടെന്ന് തന്നെ ബലം നൽകുന്നതായതുകൊണ്ട് ഒരു സർജറി കഴിഞ്ഞ വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു മാരകമായ രോഗം മൂലം ശരീരം ക്ഷീണിച്ച് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് മുട്ട നൽകുന്നത് വളരെയധികം നല്ലതാണ്. അത് നെയ്യിൽ പാകം ചെയ്ത് കൊടുക്കുന്നത് ഉത്തമമാണ് എന്ന് പറയുന്നു. ഇനി എന്താണ് മുട്ടയിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയുന്നത് പോലെ പ്രോട്ടീൻ റിച്ച് ആണ് മുട്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻസ്, ധാരാളം വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി ഒഴിച്ചുള്ള ഒരുവിധം എല്ലാ വൈറ്റമിനുകളും മുട്ടയിലുണ്ട്. അതുപോലെ സെലീനിയം ഉണ്ട്. നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്തിന് ആവശ്യമായ കൊളീൻ, അത് മുട്ടയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രായം ചെല്ലുന്തോറും കണ്ണിന് വരുന്ന, അതായത് തിമിരം പോലുള്ള അസുഖങ്ങളെ തടയുന്ന ആൻറ്റി ഓക്സിഡൻസ് മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. ആർക്കൊക്കെ ഇത് കഴിക്കാം? അതായത് കുഞ്ഞ് കുട്ടികൾ, അതുപോലെ ഗർഭിണികൾ, മുതിർന്നവർ, പ്രായമായ അവസ്ഥയിലിരിക്കുന്നവർ, എല്ലാവർക്കും മുട്ട കഴിക്കാവുന്നതാണ്. കുട്ടികളുടെ മസിൽസിൻ്റെ ഗ്രോത്തിനും അതുപോലെ ബുദ്ധിയുടെ വളർച്ചയ്ക്കുമെല്ലാം മുട്ട വളരെയധികം സഹായിക്കും. എന്നാൽ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത്, എത്ര എണ്ണമാണ് കഴിക്കേണ്ടത്? അതായത് മുട്ട പുഴുങ്ങി കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. പച്ചയായി കഴിക്കുന്ന മുട്ടയിൽ ചില ബാക്ടീരിയയുടെ അംശം, എല്ലാത്തിലുമല്ല, ചിലതിൽ കണ്ടുവരാറുണ്ട്. അതിനാൽ തന്നെ അത് വയറ് സംബന്ധമായ അസുഖത്തിനും ഫുഡ് പോയ്സനും മാരകമായ അവസ്ഥയിലേക്ക് വരെ നിൽക്കാവുന്നതാണ്. അതിനാൽ തന്നെ ഒരു 3-4 മിനിറ്റ് പുഴുങ്ങിയ മുട്ടയാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. ഇനി എത്ര എണ്ണം വരെ കഴിക്കാമെന്നതാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദിവസം ഓരോ മുട്ട കഴിക്കുന്നത് നല്ലതാണ്. എന്നാൽ ചില കുട്ടികൾക്ക് മുട്ട കഴിക്കുമ്പോൾ കഫക്കെട്ടും മറ്റും അസ്വസ്ഥതകൾ തോന്നുന്നത് കൊണ്ട് അവർക്ക് മുട്ടയിൽ കുറച്ച് ഇന്ദുപ്പും കുരുമുളകും അതുപോലെ ജീരകവും ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇത് അവരുടെ കഫം വർദ്ധിക്കാതെ അത് ദഹിക്കാനും അവരെ സഹായിക്കും. അതുപോലെ അജീർണമുള്ള അവസ്ഥയിലെല്ലാം മുട്ട അധികം നൽകുന്നത് നല്ലതല്ല. കുട്ടികളുടെ വിശപ്പും അതുപോലെ തന്നെ അവരുടെ പുറമേയുള്ള കളിയും എല്ലാം ശരീരത്തിൻ്റെ എത്രത്തോളം അവർക്ക് ശരീരത്തിന് പ്രവർത്തനമുണ്ടോ അതനുസരിച്ച് ആ മുട്ട ദഹിക്കുന്നതായിരിക്കും. അപ്പോൾ ദിവസേന ഒരു മുട്ട നൽകുന്നത് അവരുടെ ബുദ്ധിയുടെ വികാസത്തിനും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അതുപോലെ മുതിർന്നവർക്കും മുട്ട ഓരോ ദിവസം ഓരോ മുട്ട വെച്ച് കഴിക്കാവുന്നതാണ്. എങ്കിലും ചിലവർ, അതായത് ഹൃദ്രോഗം, അതുപോലെ പ്രമേഹം, അധികമായ കൊളസ്ട്രോൾ ഉള്ളവർ, അവരൊക്കെ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവരുടെ മുട്ടയുടെ എണ്ണം, എത്ര കഴിക്കാമെന്നുള്ള എണ്ണം നിശ്ചയിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 3 മുട്ട അല്ലെങ്കിൽ 4 മുട്ട കഴിക്കാവുന്നതാണ്. അവരവരുടെ ദഹന പ്രക്രിയയും അതുപോലെ തന്നെ ശരീരത്തിന് ഉള്ള വ്യായാമം, നല്ലപോലെ വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, നല്ലപോലെ വിശപ്പുള്ള ഒരു വ്യക്തിക്ക് ആ മുട്ട ദഹിച്ചു പോകും. എന്നാൽ അവയില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ശരീരത്തിന് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരവരുടെ പ്രവർത്തനം
അതുപോലെ അഗ്നിയുടെ അവസ്ഥ, ഇതെല്ലാം നോക്കിയിട്ടാണ് മുട്ട കഴിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ആരൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ പനി ജലദോഷമുള്ള അവസ്ഥയിലെല്ലാം, അതുപോലെ ദഹന സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം മൂലം ബുദ്ധിമുട്ടുന്നവർ, ശരീരത്തിലെ കുരുക്കൾ അല്ലെങ്കിൽ ചൂട് കൂടിയിട്ടുണ്ടാകുന്ന അസ്വസ്ഥതകളുള്ളവർ, അവരെല്ലാം മുട്ട ഒഴിവാക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കറിയാം, പൊതുവെ ഈ പറഞ്ഞതെല്ലാം വെച്ച് മുട്ട നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. എന്നാൽ മുട്ട പുളിയുള്ള ആഹാരങ്ങളുമായി ചേർത്ത്, അതായത് അമ്ല രസമുള്ള ഫ്രൂട്ട്സോ അതെല്ലാമായി ചേർത്ത് കഴിക്കുന്നതും മുട്ടയും മീനും ഒരുമിച്ച് കഴിക്കുന്നതും എല്ലാം വിരുദ്ധങ്ങളാണ്. അതിനാൽ തന്നെ നമുക്ക് മുട്ടയുടെ നല്ല വശങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും, അതായത് മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളും മുട്ട നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്ന ആരോഗ്യവും, എത്രത്തോളം ആരോഗ്യമാണ് പ്രദാനം ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി മുട്ടയെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി നമ്മുടെ ആരോഗ്യവും നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതിയും ആരോഗ്യവും മനസ്സിലാക്കി മുട്ട നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നന്ദി.